തെലങ്കാനയിലെ നൽഗൊണ്ടയിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ സ്വന്തം വീട്ടിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. നൽഗൊണ്ടെ കൊണ്ടമല്ലെ പള്ളിയിലെ കാഥാക്കിയ ഗ്രാമർ കൺസെപ്റ്റ് സ്കൂൾ പ്രിൻസിപ്പലായ കല്ലു രൂപ റെഡ്ഡി കൊല്ലപ്പെട്ട കേസിലാണ് ഇതേ സ്കൂളിലെ 2 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ പോലീസ് പിടികൂടിയത്. ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്താനായി പ്രിൻസിപ്പലിന്റെ വീട്ടിൽ മോഷണം നടത്താൻ കയറിയ വിദ്യാർത്ഥി ആളറിയാതിരിക്കാൻ അധ്യാപികയെ 27 തവണ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഓഗസ്റ്റ് 11-നാണ് രൂപ റെഡ്ഡിയെ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നാടിനെ നടുക്കിയ കൊലപാതകത്തിന് പിന്നിലെ ചുരുളഴിയുമ്പോൾ സിനിമകളെ വെല്ലുന്ന ആസൂത്രണമാണ് 16 വയസ്സുകാരായ വിദ്യാർത്ഥികൾ നടത്തിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. കൊലപാതകത്തിന് 5 ദിവസം മുൻപേ ഇവർ കൃത്യം ആസൂത്രണം ചെയ്തിരുന്നു. CCTV ക്യാമറകളിൽ പെടാതിരിക്കാനുള്ള വഴികൾ മനസ്സിലാക്കുകയും തെളിവുകളില്ലാതെ എങ്ങനെ കൊലപാതകം നടത്താമെന്ന് ഇന്റർനെറ്റിൽ തിരയുകയും ചെയ്തിരുന്നു. കൃത്യം നടത്തുന്നതിനായി ഗ്ലൗസുകളും മാസ്കും കത്തിയുമെല്ലാം ഇവർ മുൻകൂട്ടി വാങ്ങി. ഓഗസ്റ്റ് 11-ന് വൈകുന്നേരം രൂപ റെഡ്ഡിയുടെ ഭർത്താവ് ഹൈദരാബാദിലേക്ക് പോയ സമയത്തായിരുന്നു പ്രതികൾ എത്തിയത്. വീടിന്റെ മതിലു ചാടി മുഖംമൂടി ധരിച്ച ഒരു വിദ്യാർത്ഥി അകത്ത് കടന്നപ്പോൾ രണ്ടാമത്തെയാൾ പുറത്ത് കാവൽ നിന്നു. കിടപ്പുമുറിയിൽ നിന്ന് 2.5 ലക്ഷം രൂപ മോഷ്ടിച്ച് കടന്നുകളയാനായിരുന്നു ശ്രമം. എന്നാൽ ഈ സമയം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന രൂപ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുകയും പ്രതിയെ കാണുകയും ചെയ്തു. മുഖംമൂടി ധരിച്ചിരുന്നുവെങ്കിലും ആകാരവടിവ് കണ്ട് തന്റെ വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കിയ അധ്യാപിക ബാബു എന്ന് വിളിച്ചു തന്നെ തിരിച്ചറിഞ്ഞെന്നും പോലീസിൽ വിവരമറിയിക്കുമെന്നും ഭയന്ന വിദ്യാർത്ഥി കയ്യിലിരുന്ന കത്തിയെടുത്ത് രൂപ റെഡ്ഡിയെ തലങ്ങും വിലങ്ങും കുത്തുകയായിരുന്നു. 27 തവണയാണ് ഇവർ അധ്യാപികയെ കുത്തിയത്. തുടർന്ന് അധ്യാപികയുടെ ഐഫോണും കവർന്ന് ഇവർ കടന്നുകളയുകയായിരുന്നു. പ്രധാന പ്രതിയായ വിദ്യാർത്ഥി നേരത്തെ സ്കൂൾ ഹോസ്റ്റലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കുട്ടിയുടെ ബാഗിൽ നിന്ന് പണവും മൊബൈൽ ഫോണും രൂപ റെഡ്ഡി പിടികൂടിയിരുന്നു. തുടർന്ന് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് ശാസിക്കുകയും ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതിന്റെ വൈരാഗ്യം ഈ വിദ്യാർത്ഥിക്ക് പ്രിൻസിപ്പലിനോട് ഉണ്ടായിരുന്നു. കൂടാതെ മദ്യപാനശീലമുണ്ടായിരുന്ന ഇവർക്ക് ബൈക്കുകളോടും ആഡംബര ജീവിതത്തോടും വലിയ താല്പര്യവുമായിരുന്നു. അടുത്തിടെ ഇവർ ഗോവയിൽ വിനോദയാത്രയ്ക്ക് പോയിരുന്നതായും വിവരമുണ്ട്. സ്കൂളിൽ ഫീസ് പിരിക്കുന്ന സമയമായതിനാൽ പ്രിൻസിപ്പലിന്റെ വീട്ടിൽ വലിയ തുക കാണുമെന്ന് കണക്കുകൂട്ടിയാണ് ഇവർ മോഷണത്തിന് പദ്ധതിയിട്ടത്. ഒരു തുമ്പും അവശേഷിപ്പിക്കാതെയാണ് പ്രതികൾ കടന്നുകളഞ്ഞതെങ്കിലും അധ്യാപിക മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഉച്ചരിച്ച ബാബു എന്ന വാക്കാണ് പോലീസിന് നിർണായകമായത്. കൃത്യം നടക്കുമ്പോൾ രൂപ റെഡ്ഡി തന്റെ ഒരു ബന്ധുവുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിദ്യാർത്ഥിയെ കണ്ടവർ ബാബു എന്ന് വിളിച്ചത്. ഫോണിന്റെ മറുതലക്കിലുണ്ടായിരുന്ന ബന്ധു ഈ വാക്ക് കേട്ടിരുന്നു. തെലങ്കാനയിൽ ആൺകുട്ടികളെയും വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ വിളിക്കുന്ന വാക്കാണിത്. ഈ വിവരത്തിൽ നിന്നാണ് കൊലയാളി ഒരു വിദ്യാർത്ഥിയാകാമെന്ന നിഗമനത്തിലേക്ക് നൽഗൊണ്ടെ SP ശരത് ചന്ദ്ര പവാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എത്തിയത്. തുടർന്ന് സ്കൂൾ തുറന്നപ്പോൾ ക്ലാസ്സിൽ വരാതിരുന്ന 13 കുട്ടികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഇതിൽ 10ാം ക്ലാസ്സുകാരായ 2 പേർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഹൃത്തുക്കൾക്ക് വലിയ രീതിയിൽ പാർട്ടികൾ നൽകുന്നതായും പണം ധൂർത്തടിക്കുന്നതായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. CCTV ദൃശ്യങ്ങളിലെ കൊലയാളിയുടെ ശരീരപ്രകൃതിയും ഇവരുടേതിന് സമാനമായിരുന്നു. തുടർന്ന് ബുധനാഴ്ച രാവിലെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞത്. പ്രതികളിൽ നിന്ന് 1.54 ലക്ഷം രൂപയും റെഡ്ഡിയുടെ ഐഫോണും 2 മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. പിടിച്ചെടുത്ത നോട്ടുകളിൽ രക്തക്കറ ഉണ്ടായിരുന്നതും നിർണായക തെളിവായി. പ്രതികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമെന്ന് നൽഗൊണ്ട SP അറിയിച്ചു.